ഹലോ പെറ്റ് ലവേഴ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് ഒരു ഡോഗ് ബ്രീഡിനെ വളർത്താനായിട്ട് നോക്കുന്നവർക്ക് ഈ ഒരു റോഡ് വീലേഴ്സിനെ വളർത്താനായിട്ട് പറ്റോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ റോഡ് വീലേഴ്സിനെ വളർത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഏതൊരു ഡോഗ് ബ്രീഡിനെ വളർത്തുമ്പോഴും ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സോഷ്യലൈസേഷനും ട്രെയിനിങ്ങും ആണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ റോഡ് വീലർ വില്ലൻ ആണോ അതോ ഹീറോ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സോഷ്യലൈസേഷൻ ആണ്. അതായത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പുതിയ ആളുകളെയും മറ്റു നായ്ക്കളെയും ശബ്ദങ്ങളെയെല്ലാം ഇവരെ പരിചയപ്പെടുത്തുക. അല്ലെങ്കിൽ വലുതായി കഴിയുമ്പോഴത്തേക്ക് അനാവശ്യമായ അഗ്രഷൻ കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊച്ചിലെ തന്നെ സോഷ്യലൈസ് ചെയ്ത് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒബീഡിയൻസ് ആയിട്ടുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുക. അതായത് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്, നമ്മൾ സിറ്റ്, സ്റ്റേ, കമ്മ് തുടങ്ങിയ കമാൻഡുകൾ അവരെ പഠിപ്പിക്കുക. ഈ ഒരു ബേസിക് ഒബീഡിയൻസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന മാസം എന്ന് പറയുന്നത് 3 മാസം തൊട്ടാണ് കേട്ടോ. പിന്നെ ഒബീഡിയൻസ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഏത് ട്രെയിനിങ് ആണെങ്കിലും നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും അവരെ അടിച്ചു പഠിപ്പിക്കരുത് കേട്ടോ. നമ്മൾ അടിച്ചു പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു പപ്പി സ്റ്റേജിൽ തന്നെ അവർക്ക് ഒരു ഭയം വരും മനസ്സിൽ. അതുകൊണ്ട് തന്നെ ഒരിക്കലും അടിച്ചു പഠിപ്പിക്കരുത്. പകരം അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, അതിനെ ട്രീറ്റ്സ് എന്ന് പറയും. അങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്തെടുക്കുക. പിന്നെ പപ്പിയുടെ കേസ് വരുന്ന സമയത്ത് നമ്മൾ പപ്പിയുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ ശ്രദ്ധിക്കുക. ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ വേണം കേട്ടോ. അതായത് പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഡോഗ് ഫുഡ് മാത്രം കൊടുക്കുക. അതായത് പപ്പി സ്റ്റേജിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഡോഗ് ഫുഡൊക്കെ ഉണ്ട്. അത് ഓരോ സ്റ്റേജസിന്റെ തന്നെ കറക്റ്റ് ആയിട്ട് നോക്കി വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ ഇവരുടെ എല്ലിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ തന്നെ ഡോഗ് വലുതാകുമ്പം വരും. പിന്നെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 1.5 മാസം, അതായത് 2 മാസം ആവുന്ന വരെ മദർ മിൽക്ക് തന്നെ കൊടുക്കുക. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ഫുഡ് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പൊ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 മാസം മുതൽ 4 മാസം വരെ 4 നേരമാണ് ഭക്ഷണം കൊടുക്കേണ്ടത് കേട്ടോ. അതായത് രാവിലെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക്, പിന്നെ വൈകിട്ട്, പിന്നെ രാത്രി, അങ്ങനെ 4 നേരമായിട്ടാണ് 2 മാസം മുതൽ 4 മാസമായിട്ടുള്ള പപ്പീസിന് ഫീഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 4 മാസം മുതൽ 6 മാസമായ പപ്പീസിന് ഫീഡ് ചെയ്യേണ്ടത് 3 നേരമാണ്, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, അങ്ങനെ 3 നേരമാണ് ഫീഡ് ചെയ്യേണ്ടത് 4 മുതൽ 6 മാസം വരെ ആയ പപ്പീസ്. 6 മാസത്തിന് ശേഷം 2 നേരം മാത്രം ഫുഡ് കൊടുത്താൽ മതി, രാവിലെയും വൈകിട്ടും. അത് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രോട്ടീൻ ഒക്കെ അടങ്ങിയ ഫുഡ് തന്നെ കൊടുക്കുക. അതായത് ചിക്കന് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ എല്ലാവരും പപ്പീസിനെ വാങ്ങിക്കുന്ന സമയത്ത് എപ്പോഴും ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നല്ലതുപോലെ വയറ് നിറയട്ടെ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കും. അതായത് ഇവർക്ക് ഫുഡ് വേണ്ടെങ്കിലും നമ്മൾ നിർബന്ധിച്ച് കൊച്ചുപിള്ളേർക്കൊക്കെ കൊടുക്കുന്ന പോലെ ഫുഡൊക്കെ ഒരുപാട് കൊടുക്കും. ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കരുത് കേട്ടോ. അതായത് ഇവർ വലുതായി കഴിഞ്ഞാൽ ഓവറായിട്ട് ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കരുത്. ഓവറായിട്ട് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഓവർ വെയിറ്റ് ആവും. പിന്നെ ഇവരുടെ ജോയിൻസിനൊക്കെ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫുഡ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് മാത്രം കൊടുക്കുക, അതും ക്വാളിറ്റി ഫുഡ് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പപ്പീസിനെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, പേരൻസിനെ നോക്കിയിട്ട് മാത്രം പപ്പീസിനെ വാങ്ങിക്കുക കേട്ടോ. ഇപ്പൊ എന്റെ ഈ കയ്യിലിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് ആകെപ്പാട് 18 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. 18 ദിവസത്തിൽ തന്നെ നോക്കിക്കേ എന്ത് നല്ല സൈസും കാര്യങ്ങളൊക്കെയാണെന്ന്, നല്ല ഫേസും നല്ല പോസൈസും കാര്യങ്ങളൊക്കെയാണ്. കാരണം പേരൻസ് എന്നൊക്കെ പറയുന്നത് നല്ല പ്യുവർ ലൈൻ ആണ് വരുന്നത്. അപ്പം ഈ ഒരു പപ്പീസിന്റെ മദർ ഡോഗിനെ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റോഡ് വീലർ എന്ന് പറയുന്ന കൊലയാളി ഒന്നും അല്ല കേട്ടോ. നമ്മൾ നല്ലതുപോലെ വളർത്തി കഴിഞ്ഞാൽ ഇവർ ഭയങ്കര പാവമാണ്, ജെന്റിൽ ജൈൻസ് ആണ് കേട്ടോ. നമ്മൾ നല്ലതുപോലെ ഇവരെ കെയർ ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും. അതുകൊണ്ട് പപ്പി സ്റ്റേജിൽ തന്നെ നിങ്ങൾ എടുത്ത് വളർത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മളോട് ആ ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ വരും ഇവർക്ക്. ഇപ്പൊ റോഡ് വീലർ എന്നല്ല, ഏത് ബ്രീഡ് തന്നെ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മളെ സാധാ നാടൻ ഡോഗിനെ തന്നെ ആണെങ്കിലും എടുത്ത് വളർത്തുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും കൂട്ടിലിട്ട് വളർത്തരുത്. കൂട്ടിലിട്ട് വളർത്തി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഡോഗിന്റെ ക്യാരക്ടർ പോകും. ഇപ്പൊ നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളെ ആരെങ്കിലും ഒന്നും കെയർ ചെയ്ത ഒരു കൂട്ടിലോ അല്ലെങ്കിൽ റൂമിലോ ഒക്കെ അടച്ചിടുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്കാണെങ്കിലും അഗ്രഷൻ വരും, ദേഷ്യം വരും. അതേപോലെ തന്നെയാണ് ഈ ഒരു ഡോഗ്സിന്റെ കാര്യവും. അപ്പൊ അവരെ നല്ലതുപോലെ സ്നേഹിച്ച് വളർത്തുമെങ്കിൽ അവർക്കും തിരിച്ച് നമ്മളോട് സ്നേഹം കാണും. വെറുതെ കൂട്ടിൽ മാത്രം ഇടരുത്. കുറെ പേര് പപ്പീസിനെയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നോക്കത്തില്ല, നോക്കാതെ കൂട്ടി തന്നെ ഇട്ടേക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവര് നല്ല ലാർജ് ബ്രീഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇവരെ നിങ്ങൾ വളർത്തുന്ന സമയത്ത് ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. അതായത് അത്യാവശ്യം കോമ്പൗണ്ട് ഒക്കെ ഉള്ളവർ മാത്രം ഈ ഒരു റോഡ് വീലർ, ജർമ്മൻ ഷെപ്പേർഡ് അങ്ങനത്തെ ലാർജ് ബ്രീഡ്സിനെ വളർത്തുക.
കാര്യം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള അവരെ പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ അവരെ റെഗുലർ ആയിട്ട് നടക്കാനായിട്ട് കൊണ്ടുപോകാം, നമ്മളെ കൂടെയൊക്കെ നടക്കാനായിട്ട് അവരെ കൊണ്ടുപോകാം ലീഷിലൊക്കെ ഇട്ടിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡിന്റെ അഗ്രഷൻ ഇപ്പൊ ചിലർ പറയാറുണ്ട്. അതിപ്പോ നമ്മൾ പപ്പി സ്റ്റേജ് ആയിരിക്കുമ്പോൾ തന്നെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചൊക്കെ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് വലുതാകുമ്പോഴും ആ ഒരു ഫുഡിന്റെ അഗ്രഷന് കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പൊ അത് പപ്പി സ്റ്റേജിൽ തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ട്രെയിൻ ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞ പപ്പീസിന്റെ മദർ ഡോഗ് കേട്ടോ. ആളുടെ പേര് മഫി എന്നാണ്. ആളെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്നാലും നോക്കി ഒരു അഗ്രഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സോഷ്യലൈസ് ചെയ്താണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ആളെ ഇപ്പൊ അവിടെ ഓപ്പോസിറ്റ് നിന്ന് കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആൾ അങ്ങോട്ട് പോകുന്നത്. ഓണർ അവിടെ നിൽക്കുന്നോണ്ടാണ് ഡോഗ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. പക്ഷെ ഇപ്പൊ ഓണർ കൂടെ ഇല്ലെങ്കിൽ പോലും ആള് ഭയങ്കര പാവമായിട്ടാണ് നിൽക്കുന്നത്. വീഡിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പപ്പീസിന് 18 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. കേരളത്തിൽ എവിടെയാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ കിട്ടാനായിട്ട് പാടാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ എടുക്കാം. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളുടെ പപ്പീസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കെനലോ ഫാമോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്